നമുക്കിന്നേ ഇച്ചിരി കൂണ് കിട്ടിയിട്ടുണ്ടേ. ഈ കൂണ് കൊണ്ടൊന്ന് ചുട്ടാലോ? കൂണ് കൊണ്ട് ഒരുപാട് ഡിഷുകൾ നമുക്ക് ഉണ്ടാക്കാം. വറുത്തരച്ച് കറി വെക്കാം, അതുപോലെ തന്നെ തോരൻ വെക്കാം, അതുപോലെ ഒരുപാട് ഡിഷുകൾ ഉണ്ടാക്കാം. പക്ഷേ നമുക്കിതൊന്ന് ചുട്ട് നോക്കിയാലോ? ഇത് ശരിക്കും പറഞ്ഞാൽ അടുപ്പിലിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വാഴയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചൂടാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ കൂണ് നല്ല വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുത്തത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണേ. നമുക്ക് ഇതുപോലെ വെറുതെ ഒന്ന് പിച്ച് കീറി എടുത്താൽ മതി. അതിൻ്റെ ആ പുറമേയുള്ള ഇതൊക്കെ കളഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടോ, വെറുതെ ഒടിച്ച് ഞാനിങ്ങനെ ഇട്ടതാണേ. അതിലേക്ക് അരയ്ക്കാൻ വേണ്ടുന്നത് എന്തൊക്കെയാണെന്നറിയോ? തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട്, അരമുറിയുടെ പകുതി. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു 5-6 ചുള വെളുത്തുള്ളി എടുത്തു, കുറച്ച് കറിവേപ്പില, കാന്താരിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. കുറച്ച് കാന്താരി എടുത്തു, നിങ്ങളുടെ എരിവിന് പാകത്തിന് കാന്താരി എടുത്തു. ഇതെല്ലാം ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം, ചായച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ബാക്കി നമുക്ക് പറഞ്ഞുതരാം. നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കൂണിന് ഒരുപാട് ഉപ്പ് ചേർക്കരുത്, വേഗം ഉപ്പ് കയറി പിടിക്കും. കാര്യം വെച്ചാൽ ഉപ്പ് അധികം വേണ്ട, കൂണിന് പാകത്തിനിട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന കൂണില്ലേ, അതൊന്ന് ഇതിനകത്തോട്ട് ഇടാം. ഒത്തിരി ഇങ്ങനെ ബലത്തിൽ പിഴിയണ്ട, നമുക്കൊരു ഇച്ചിരി ജലാംശം ഇരുന്നാലും കുഴപ്പമില്ല. നമ്മൾ അടുപ്പിലിട്ടാണ് ചൂടുന്നത് കേട്ടോ. നമുക്ക് തവയിൽ വാഴയിലയിൽ ഇട്ട് നമുക്ക് ചൂടാം, വാഴയിലയിൽ ഇങ്ങനെ പരത്തി ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പക്ഷെ ഇപ്പം ഞാൻ അടുപ്പിലിട്ട് ഒന്ന് ചൂടുവാണേ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് വാട്ടി വെച്ച വാഴയിലോട്ട് പൊതിയാവേ. തവയിൽ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒറ്റ ട്രിപ്പായിട്ട് പോകത്തില്ല. ഇതിപ്പോൾ ഇത്രയില്ലേ, കുറേശ്ശെ വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ കുടഞ്ഞിട്ട് വേണം, ഇച്ചിരി വെള്ളവും കൂടെ വേണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് മൂടി വെച്ച് തവയിൽ നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പം ഞാൻ അടുപ്പിലിട്ട് ചുടുന്നതുകൊണ്ട് ഇതുപോലെ ഒന്ന് പൊതിയുവാണ് കേട്ടോ. ഇതുപോലെ പൊതിഞ്ഞിട്ട് ഇത് കണ്ടോ, ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ ഫോയിൽ പേപ്പറിനകത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പൊതിയുന്നു, ചാരം ഒന്നും പിടിക്കാതെയും കരിഞ്ഞു പോകാതിരിക്കാനുമാണ്. എന്നിട്ട് നമ്മൾ കനലിനകത്തോട്ട് കൊണ്ടിടാം. നമ്മളെ വിറകൊക്കെ എന്നേ ഒതുക്കിയിട്ട് കണ്ടോ, ഇതിനകത്തോട്ടൊരു കുഴിയാക്കിയിട്ടേ ഇതങ്ങ് ഇട്ടേക്കാം. ആ ചെറിയ തീ കുഴപ്പമില്ല കേട്ടോ, ഇതിപ്പോൾ കിട്ടു വെക്കോളൂ. കണ്ടോ, അതിൻ്റെ പുറത്തോട്ട് നമുക്ക് നമ്മുടെ കനലൊക്കെ ഒന്ന് കോരിയിടാവേ. അധികം വേവില്ല, 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ കൂൺ ചുട്ടത് റെഡിയാവും. അവിടെ ഇരുന്നൊന്ന് വെന്തോട്ടെ. നമ്മുടെ കനലൊക്കെ അടിപൊളിയായിരുന്നത് കൊണ്ട് നോക്കി ആയോന്നൊന്ന് നോക്കണം. 5-6 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. കൂണിനധികം വേവില്ലാത്തതുകൊണ്ടേ നമുക്കൊന്ന് എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ അടുപ്പ് സൗകര്യം ഇല്ല എങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, സ്റ്റൗവിൽ വയ്ക്കാം. സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് വാഴയില വെച്ച് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മുടെ കൂണ് നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം, തുറന്ന് നോക്കാം. ചൂടുണ്ടേ. നമ്മുടെ കൂണൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്ക്, ആഹാ, കണ്ടോ, നമ്മുടെ കൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നതിനാ സ്പൂണല്ലേ, കൈ കൊണ്ടല്ലേ എൻ്റെ സുഖം. നല്ല മഴയുണ്ട്. കൂൺ ചുട്ടതും ചോറും ഇച്ചിരി മോരും അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടുപ്പിലിടാൻ പറ്റൂല എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാൻ വെക്കുക, അതിൽ ഇല ഇടുക, നമ്മുടെ ഈ കൂണ്
പരത്തി വെക്കുക. അതിൻ്റെ മേളിൽ ഒരു ഇലയും കൂടി ഇടുക. എന്നിട്ട് മൂടി വെക്കുക, ചെറുതീയിൽ വേവിച്ചെടുക്കുക. അതിന് ശേഷം ഇല മാറ്റി കൊടുക്കുക. നമ്മൾ ആ അടിയിലത്തെ ഇല ഉണ്ടല്ലോ, അങ്ങനെ എടുക്കാൻ പറ്റിയില്ലേ നമ്മൾ തിരിച്ച് മറിച്ച് വേറൊരു പാൻ എടുത്തിട്ട് ഇതിനെ അങ്ങോട്ട് കമത്തി ഇടുക, ഒരു ഇല വെച്ചിട്ട് കമത്തി ഇടുക. അതിന് ശേഷം അതൊന്നും കൂടെ വേവിച്ചെടുക്കുക. ഇല മാറ്റി കൊടുത്താൽ മതി, നല്ല അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരാം. ബൈ.